Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ ഫോണുകളുടെ ലോഞ്ച് ഡേറ്റിനെ കുറിച്ചാണ്. അതായത് ഇന്ത്യൻ ഫോണായ മൈക്രോമാക്സ് അവരുടെ ഫോണുകളുടെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ചൈനീസ് ഫോണുകൾ നമുക്കിനി വേണ്ടാന്ന് വെക്കാനുള്ള ഒരു അവസരമാണ് കയ്യിൽ വരുന്നത്. അതായത് ഓൾറെഡി നമുക്കറിയാം ചൈനീസ് ഫോണുകൾ മോശമാണെന്നല്ല, നല്ല വാല്യൂ ഫോർ മണിയായ നല്ല ഫോണുകളാണ് അവർ തരുന്നത്. സോ ഫോണുകളെ കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ എങ്കിലും നല്ല ഇന്ത്യൻ ഫോണുകൾ ആ ഒരു കട്ടയ്ക്ക് നിൽക്കുന്ന കോമ്പീറ്റ് ചെയ്യാവുന്ന ആ പ്രൈസിന് കട്ടയ്ക്ക് നിൽക്കാവുന്ന ഫോണുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമ്മൾ ഒരുപാട് പേരും ഇന്ത്യൻ ഫോണുകൾ തന്നെ എടുക്കുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. നിങ്ങൾക്കും ഏകദേശം അങ്ങനെ തന്നെയായിരിക്കും മൈൻഡ് സെറ്റ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഫോണുകൾ ഇവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് തന്നെയാണ് പ്രധാന ചോദ്യം. മുമ്പ് മൈക്രോമാക്സ് ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ആ ഒരു റേഞ്ചിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും മൈക്രോമാക്സിന്റെ റീ എൻട്രിയാണ് നടക്കാൻ പോകുന്നത്. വരുന്ന 3-ാം തീയതിയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലോഞ്ച് ഡേറ്റ് 12 മണിക്കാണ്. ലൈവ് സ്ട്രീം ആയിരിക്കും. അതായത് ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ലൈവ് സ്ട്രീം ആയിട്ടാണ്, വേറെ ഇവന്റ് ഒന്നും സംഘടിപ്പിക്കുന്നില്ല. എങ്കിൽ പോലും അവരുടെ ഒഫീഷ്യൽ ചാനലുകളിൽ നമുക്കതിന്റെ ലൈവ് സ്ട്രീം കാണാൻ സാധിക്കും. ഇന്ത്യൻ ബ്രാൻഡായ മൈക്രോമാക്സിന്റെ ഇന്ത്യൻ ഫോണുകൾ വരികയാണ്. ഇൻ എന്ന പേരിൽ തന്നെയാണ് വരുന്നത്. ഇൻ 1, ഇൻ 1A അങ്ങനെ 2 പേരുകളിലാണ് ഫോണുകൾ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ആ ഒരു റേഞ്ചിലെ ബെസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ പിന്നെ നമുക്ക് ചൈനീസ് ഫോണുകളെ ആ ഒരു റേഞ്ചിലെ ചൈനീസ് ഫോണുകളെ അധികം ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേരും ഈ ഒരു ഫോൺ എടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒരു 20 ലക്ഷത്തോളം വരുന്ന ഫോണുകളാണ് ഇവർ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, മൈക്രോമാക്സിന്റെ പുതിയ സീരീസിലെ ഫോണുകൾ. എന്തായാലും നല്ലൊരു സെയിൽ അവർക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് നല്ല ഓപ്ഷനായിട്ട് ഇതൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക. 7,000 രൂപയ്ക്കും 25,000 രൂപയ്ക്കും ഇടയിലാണ് ഇത് വരിക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ സിഇഒയും കോ ഫൗണ്ടറുമായ രാഹുൽ ശർമ്മ പറഞ്ഞിരിക്കുന്നത് 25,000 രൂപയ്ക്ക് താഴെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇതിന്റെ സ്പെക്ക് നമ്മൾ കേൾക്കുന്നത് 7,000 രൂപ റേഞ്ചിൽ വരുന്ന ഫോൺ എന്ന് പറയുന്നത് G35 പ്രോസസർ വെച്ചുകൊണ്ട് 3GB റാം 32GB സ്റ്റോറേജോട് കൂടിയിട്ടാണ് ഈ ഫോൺ വരിക എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അത്ര വ്യക്തമല്ല. ബട്ട് ഇതൊന്നും, ഈ സ്പെക്കിന്റെ കാര്യം രാഹുൽ ശർമ്മ അതിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൊന്നുമില്ല. ഈ പ്രൈസ് ഈ ഒരു റേഞ്ചിലാണെന്ന് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഇതിന്റെ സ്പെക്ക് റൂമേഴ്സ് ആണ്. ഈ റൂമർ അനുസരിച്ചുകൊണ്ട് G35 3GB റാം 32GB സ്റ്റോറേജ് അത് 7,000 രൂപ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫോൺ തന്നെയാണ്. ഒരു തരത്തിലും മോശം പറയാനില്ല. ആ ഒരു റേഞ്ചിൽ 10 രൂപ റേഞ്ച് ആണെങ്കിൽ പോലും ഒരു ഇന്ത്യൻ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പെർഫോമൻസ് ഈ ഒരു ഫോണിനകത്ത് ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇത് റൂമർ മാത്രമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ 3-ാം തീയതി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. പിന്നെ കൂടിയ വേരിയന്റായ ഇൻ 1A എന്ന് പറയുന്ന ഫോൺ അത് ഒരു 15 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ആ റേഞ്ചിൽ G85 എന്ന പ്രോസറുമായിട്ടാണ് വരിക. അങ്ങനെയാണെങ്കിലും അത് ആ റേഞ്ചിലെ ഒരു നല്ല ഫോൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അതിൽ HD+ ഡിസ്പ്ലേ ആണ് പറയുന്നത്. എങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു നോർമൽ നല്ല പെർഫോമൻസ് ഒരു കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒരു ഡീസൻ്റായ പെർഫോമൻസ് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ഓപ്ഷനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. സോ ഈ 2 ഫോണുകൾ വരുന്ന 3-ാം തീയതിയാണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. കൂടുതലായിട്ടുള്ള ലീക്സും റൂമേഴ്സും ക്യാമറ സ്പെക്കൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ബട്ട് ട്രസ്റ്റഡ് ആയ സോഴ്സുകളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ ഷെയർ ചെയ്യാത്തത്. എന്തായാലും ഇന്ത്യൻ ഫോണുകളുടെ ലോഞ്ച് ആരംഭിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് ബ്രാൻഡുകൾ ഇതിലേക്ക് വരുമെന്നാണ് മനസ്സിലാവുന്നത്. മൈക്രോമാക്സ് തന്നെ കൂടുതൽ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഇനി ഇതിന്റെ ഡിസ്പ്ലേ സൈസ് 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ്, HD+ ഡിസ്പ്ലേ ആണെന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ 5000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയപ്പെടുന്നുണ്ട്. ഒരുപാട് ലീക്സ് ആൻഡ് റൂമേഴ്സിന്റെ ഇടയിൽ കൂടെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 5000 mAh ബാറ്ററിയും ഈ പറയുന്ന ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും നമുക്ക് ഈ ഒരു പ്രൈസിന് കൊള്ളാമെന്നാണ് തോന്നുന്നത്. ഒരു ഫാസ്റ്റ് ചാർജിങ് കൂടെ ഉണ്ടെങ്കിൽ ഭംഗിയായി. ബാക്കി ഡിസൈനിന്റെ കാര്യമൊക്കെ ഒരു ട്രെൻഡി ആയ ഡിസൈനിലൊക്കെ അവർ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ഓപ്ഷനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് മൈക്രോമാക്സിന്റെ ഇൻ 1, ഇൻ 1A എന്നീ ഫോണുകൾ വന്നേക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ ഒരു മൈക്രോമാക്സ് ഫോൺ വരുമ്പോൾ ഒരു റേഞ്ചിൽ നല്ലൊരു കോമ്പറ്റീഷനെ പറ്റിയ ഒരു നല്ല ഫോണായിട്ട് വന്നാൽ നിങ്ങൾ ഇനി ഒരു ഫോൺ എടുക്കുമ്പോൾ, ഉള്ള ഷവമി ഫോണുകൾ അല്ലെങ്കിൽ ചൈനീസ് ഫോണുകൾ ഉപേക്ഷിക്കണമെന്നല്ല, ഇനി ഒരു ഫോൺ എടുക്കുമ്പോൾ ആ റേഞ്ചിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഏകദേശം ആ ഒരു ക്വാളിറ്റി ഉള്ള മൈക്രോമാക്സ് ഫോണാണോ ഉള്ളതെങ്കിൽ നിങ്ങൾ മൈക്രോമാക്സ് എടുക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഞാനൊരു പേഴ്സണലി ഇപ്പോൾ ആ റേഞ്ചിൽ ഫോൺ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൈക്രോമാക്സ് എടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.